ശബരിമല തീർത്ഥാടക ഒരുക്കങ്ങൾക്ക് വേഗം കൂട്ടാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിലും ഇടത്താവളത്തിലും പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിക്കാൻ യോഗത്തിൽ തീരുമാനമായി. തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുൻപ് ഉന്നതതല യോഗം വീണ്ടും ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഇതിനിടെ പത്തനംതിട്ടയിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രിക്ക് നേരെ യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. ശബരിമലയിലെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഇഴയുന്നുവെന്നാരോപിച്ചായിരുന്നു കരിങ്കൊടി. ശബരിമല തീർത്ഥാടന കാലത്ത് പ്ലാസ്റ്റിക് നിരോധനം കർശനമാക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഇതര സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകർക്ക് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകണമെന്ന് അതത് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സന്നിധാനത്തേക്ക് പ്ലാസ്റ്റിക് കൊണ്ടുവരാതിരിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കും. ബോധവൽക്കരണം ശക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ശബരിമല കഴിഞ്ഞാൽ പമ്പയും പിന്നീട് എരുമേലിയും ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഏതാണ്ട് 2-2.5 കോടിയോളം വരുന്ന തീർത്ഥാടകർ എരുമേലി സന്ദർശിച്ചാണ് ശബരിമലയിലേക്ക് പോകുന്നതെന്നാണ് ഒരു കണക്ക് വ്യക്തമാക്കുന്നത്. ഈ തീർത്ഥാടകർക്ക് ഒരു പ്രയാസവുമില്ലാതെ അവരുടെ തീർത്ഥാടനം പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ആയി കഴിഞ്ഞിട്ടുണ്ട്. തീർത്ഥാടന കാലത്ത് സർവീസ് 10% വർദ്ധിപ്പിക്കുമെന്ന് KSRTC അറിയിച്ചു. കൂടുതൽ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുവാൻ നടപടി സ്വീകരിച്ചതായി വാട്ടർ അതോറിറ്റിയും വ്യക്തമാക്കി. ശബരിമല തീർത്ഥാടന കാലത്ത് അമിത വില ഈടാക്കുന്ന ഹോട്ടലുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. കണമല അഴുതക്കടവുകളിൽ അപകട സൂചനാ ബോർഡ് സ്ഥാപിക്കുമെന്നും വെളിച്ചം ഉറപ്പുവരുത്തുമെന്നും എരുമേലി ജില്ലാ പഞ്ചായത്തും അറിയിച്ചു. എരുമേലി ടൗണിലെ ട്രാഫിക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിവിധ വകുപ്പുകളെ മന്ത്രി ചുമതലപ്പെടുത്തി. തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് മുമ്പ് ഉന്നതതല യോഗം ഒരിക്കൽ കൂടി വിളിക്കുവാനും തീരുമാനമുണ്ട്. ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. റിപ്പോർട്ടർ, കോട്ടയം.